വീണ്ടും വാർത്തകളിലേക്ക്. തൃശ്ശൂരിൽ ഇപ്പോൾ കേക്ക് വിവാദത്തിന്റെ കാലമാണ്. ബി.ജെ.പിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേക്ക് വാങ്ങി കഴിച്ചത് ആരാണെന്നുള്ള തർക്കം മുറുകുകയാണത്. തൃശ്ശൂർ മേയർ എം.കെ. വർഗീസും ഒപ്പം തന്നെ വി.എസ്. സുനിൽകുമാറും തമ്മിലാണ്. സുനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ എം.കെ. വർഗീസ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കെ സുരേന്ദ്രന്റെ ഉള്ളേരിയുള്ള വീട്ടിലേക്ക് സുനിൽകുമാർ പോയിട്ടുണ്ട്. അന്തിക്കാട്ടെ സുനിൽകുമാറിന്റെ വീട്ടിലേക്ക് കെ സുരേന്ദ്രനും വന്നിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ, അതിനപ്പുറത്തേക്ക് കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി എം.കെ. വർഗീസ് ഉന്നയിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ തോൽവി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുകയാണ് വി.എസ്. സുനിൽകുമാർ എന്നാണ് തൃശ്ശൂർ മേയർ എം.കെ. വർഗീസ് പ്രതികരിച്ചത്. തന്നെ ബി.ജെ.പിയിൽ എത്തിക്കാനാണ് സുനിൽകുമാർ ശ്രമിക്കുന്നത്. ഇടതുപക്ഷം ഇനിയും അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം. കെ സുരേന്ദ്രന്റെ വീട്ടിൽ എന്തിനു പോയി എന്ന് സുനിൽകുമാർ വ്യക്തമാക്കണമെന്നും എം.കെ. വർഗീസ് പറഞ്ഞു. സുരേന്ദ്രൻ്റെ ഉള്ളേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോവുകയും അവിടെ എന്തിനു പോയി എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തണം. ഒപ്പം തന്നെ എന്തിന് സുരേന്ദ്രൻ ഈ പറയുന്ന അന്ത്യക്കാടുള്ള സുനിൽകുമാറിൻ്റെ വസതിയിൽ എന്തിനു പോയി അതും അദ്ദേഹം ബോധ്യപ്പെടുത്തട്ടെ. എന്നും ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ തോൽവിയും കൂടി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് ആരുടെയെങ്കിലും പേരിൽ കെട്ടിവെക്കണ്ടേ. അപ്പോൾ അതിന് എളുപ്പം കണ്ടത് എന്നെ എത്രയും പെട്ടെന്ന് ബി.ജെ.പിയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സുനിൽകുമാർ എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ സുനിൽകുമാർ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റും. കാരണം ഞാൻ ഇപ്പം നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇടതുപക്ഷം ഇനിയും അധികാരത്തിൽ വരണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണ്. മെയിൽ കൊടുത്തിരുന്നു, പക്ഷെ പോകുന്നില്ലെന്ന് തോന്നുന്നു. സുനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ തിരിച്ചുന്നയിക്കുകയാണ് എം.കെ. വർഗീസ്. ഇന്നിപ്പോൾ മാത്രമല്ല, ഒരു പടി കടന്നുകൊണ്ട് തൃശ്ശൂരിലെ തോൽവി അത് തന്റെ തലയിലടക്കം കെട്ടിവെക്കാനുള്ള സുനിൽകുമാറിന്റെ ശ്രമങ്ങളാണെന്നുള്ള രാഷ്ട്രീയ പ്രതികരണം കൂടി നടത്തിയിരിക്കുന്നു. എന്തായാലും വിവാദം കൊഴുക്കുകയാണല്ലേ. ജിൽസി, തീർച്ചയായും. കാരണം അടിക്കാനൊരു വടി നോക്കി നടക്കുകയായിരുന്നു മേയർ. അപ്പോഴാണ് സുരേന്ദ്രൻ്റെ, അതായത് തൻ്റെ വീട്ടിലേക്കും താൻ സുനിൽകുമാറിൻ്റെ വീട്ടിലേക്കും പോയി എന്നൊരു കാര്യം പറയുന്നത്. അതിൽ കൃത്യമായി പിടിച്ചു നിൽക്കുകയാണ്. അതായത് എന്തിന് പോയി, അതായത് അവർ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തിന് ഇവർ പോയി, ആ ഒരു സന്ദർശനത്തിൽ ഒരു ദുരൂഹത അല്ലെങ്കിൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് വ്യക്തമാണ്. തൻ്റെ വീട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരാൾ ക്രിസ്മസ് ദിനത്തിൽ കടന്നു വന്നതിനെ സംശയത്തെ നിലയിൽ കാണുമ്പോൾ ഇത്തരത്തിൽ ഈ സുനിൽകുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോയി ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രത്തോളം അടുത്ത ബന്ധമുള്ളവർ എന്തിനു പോയി എന്ന് വ്യക്തമാക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഈ മേയർ പറഞ്ഞത്. അതായത് മേയർ വടി നോക്കി നടക്കുകയായിരുന്നു. മേയറിന് കൃത്യമായ ഒരു വടി കിട്ടി, അത് വെച്ച് സുനിൽകുമാറിട്ട് അടിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ വികസനത്തിനൊപ്പം തന്നെ തൻ്റെ വികസനത്തിൽ സുനിൽകുമാറിന് കണ്ണുകടി ഉണ്ട് എന്നും മേയർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ തനിക്കെതിരെ പ്രവർത്തിക്കുകയാണ്, അത് തന്നെ ബി.ജെ.പിയിലേക്ക് കയറ്റിവിടാൻ, തന്നെ ഇടതുപക്ഷത്തിൽ കൊണ്ടുവന്ന സുനിൽകുമാറാണ്, അതുപോലെ തന്നെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവിടാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുനിൽകുമാർ എന്നുള്ളത്. അതിനൊരു കാരണമായി മേയർ കാണുന്നത് തൻ്റെ വികസനങ്ങൾ, അതായത് സുനിൽകുമാർ എം.എൽ.എ ആയിരുന്ന കാലത്തൊന്നും ഇല്ലാത്തതിനേക്കാൾ വലിയ വികസനം തൃശ്ശൂർ ഉണ്ടാവുന്നു. അപ്പോൾ അതിലൊരു കണ്ണുകടി ഉണ്ട് എന്നാണ് മേയർ പറയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ പോലും മേയർ ഇന്ന് സുനിൽകുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. എന്തിന് സുനിൽകുമാർ, പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് എന്തിന് സുനിൽകുമാർ കെ സുരേന്ദ്രൻ്റെ ഉള്ളേരിയിലെ വീട്ടിൽ പോയി എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു ചോദ്യമാണ് നിർത്തുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി തന്നെ കൃത്യമായി എന്താണ്, അതായത് തനിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തനിക്കെതിരെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാലമായിട്ട് അല്ലെങ്കിൽ ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനങ്ങളാണ് സുനിൽകുമാർ നടത്തുന്നത്. താൻ ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് CPM-ൻ്റെ കൗൺസിലർക്കും CPI-യുടെ കൗൺസിലർക്കും വ്യക്തമായിട്ട്. പക്ഷേ അത് സുനിൽകുമാറിന് മാത്രമാണ് മനസ്സിലാവാത്തത്. വലിയ പരിഹാസമടക്കം, അതായത് രണ്ട് കാലിൽ മന്തുള്ളയാൾ അതേ മന്തുള്ള ആൾ നടന്നു പോകുന്നു എന്ന് പരിഹസിക്കുന്ന തരത്തിൽ ആണ് സുനിൽകുമാർ പറയുന്നത്. സുനിൽകുമാർ അതൊരു പരിഹാസമടക്കം മേയർ ഇന്നത്തെ ഒരു മേയർ നമ്മൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. വളരെ രൂക്ഷമായ വിമർശനം എന്തായാലും സുനിൽകുമാറിനെതിരെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ എന്തായാലും മറുപടി സുനിൽകുമാർ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി സുനിൽകുമാർ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കേക്ക് വിവാദം ഒരു മുന്നണിക്കുള്ളിലെ തന്നെ ഉള്ള രണ്ടാളുകൾ തമ്മിലുള്ള ഒരു ചേരിതിരിഞ്ഞുള്ള പോരിലേക്ക് പോകുന്നു. എന്തായാലും പക്ഷേ ആ വിഷയത്തിൽ CPIക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു CPI അവരുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സുനിൽകുമാറിന്റെ നിലപാടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കൗൺസിലിന്റെ നിലപാട് CPIയുടെ നിലപാടാണെന്ന് നമുക്കിപ്പോൾ പറയാനും കഴിയില്ല. അതിൽ എന്തായാലും ഇപ്പോൾ ഇനി സുനിൽകുമാറിന്റെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ വരേണ്ടത്. മേയർ ചോദിച്ച ചോദ്യങ്ങൾക്ക് സുനിൽകുമാർ മറുപടി പറയുമോ ഇല്ലയോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. തീർച്ചയായിട്ടും അഖിൽ, എന്തായാലും സുനിൽകുമാറിന് ഒരു മറുപടി ഉണ്ടാകും. എന്തായാലും തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ കേക്ക് വിവാദം അങ്ങനെ കത്തിപ്പടരുമ്പോൾ അത് അത്ര മധുരമുള്ള വിവാദമല്ല. ഒരു ഭരണകക്ഷിയിലെ തന്നെ രണ്ട് മുന്നണികൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവരുടെ സംസ്ഥാന നേതൃത്വമാർക്കൊപ്പം നിൽക്കും, എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവരുടെ പ്രതികരണങ്ങൾക്ക് അപ്പുറത്ത് വളരെ നിർണായകമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇന്ന് കടക്കുമോ എന്നുള്ള കാര്യം കൂടി എന്തായാലും നമുക്ക് നോക്കിക്കാണാം. കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.